വെൽക്കം ടു വീണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഓച്ചിറ അമ്പലത്തിനാണ് വന്നിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയായിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നും കൂടി ഇതിനറിയപ്പെടുന്നുണ്ട്. ഓച്ചിറ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഗോപുരം കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണാൻ കഴിയുന്നത് ഓച്ചിറ ഗണപതി ക്ഷേത്രമാണ്. തുടർന്ന് മറ്റുള്ള ദേവാലയങ്ങളും കൂടെ ഉണ്ട് ഇവിടെ. കൂടാതെ 36 ഏക്കറോളം വിശാലമായ പുണ്യ സ്ഥലമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. മണ്ഡലകാലത്ത് നമ്മളിവിടെ വന്നാൽ കഴിഞ്ഞ പ്രത്യേകതയാണ് ഇതൊന്നല്ല കാണാൻ കഴിയുന്നത്. നമുക്ക് എന്തുപോലെ ഇനി ഓച്ചിറ അയ്യപ്പ ക്ഷേത്രം കൂടെ പോയി കാണാം. ഇതാണ് അയ്യപ്പ ക്ഷേത്രം. കൂടാതെ മിക്ക ദിവസങ്ങളിലും ഇവിടെ തിരക്കുള്ളതാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, അതിൻ്റെ ഒരു പ്രത്യേക തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ മഹാലക്ഷ്മി കോവിലും നാഗരാജാവും ഉള്ളതാണ്. അതുകൂടാതെ ഇവിടെ അത്യാവശ്യം ഇപ്പോഴും ഭിക്ഷാടകരുണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിസദ്യ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കഞ്ഞിസദ്യ ഇവിടെ ഉള്ളതാണ്. അത് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. അത് 12 മണി വരെ ഉള്ളതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മുമ്പ് കാലത്ത് ഇങ്ങനല്ലായിരുന്നു, ഭിക്ഷാടകർക്ക് അത് കൂടുതലും കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മളെല്ലാവരും കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഓച്ചിറ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഭാഗം കാണാം. അവിടുത്തെ ഒരു തിരക്കുകളും കൗതുക കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. കുറേ കുട്ടികൾ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഡാൻസ് കളിക്കുന്നു. അത് എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും നമുക്ക് അത് കണ്ടുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലോട്ട് പോകാം. നമ്മൾ ഓച്ചിറ ക്ഷേത്രത്തോട് കയറി വരുമ്പോൾ തന്നെ കുറേ അധികം കാളകളെ കാണാം. അവിടെ നേർച്ച നൽകി തൊഴുത് അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തോട് തൊഴാൻ പോകുന്നത്. ശിവനും പാർവതിയും കുടികൊള്ളുന്നത് എന്നുള്ള ഒരു ചരിത്ര ഐതിഹ്യമാണ് ഈ കാളകളിൽ നിന്നും ഉള്ളത്. ഓച്ചിറ ശ്രീകോവിലോ ബിംബമോ ഇല്ല, പകരം പരബ്രഹ്മത്തെയാണ് ആരാധിക്കുന്നത്. ചുറ്റുമുള്ള വിശാലമായ സ്ഥലമാണ് ഇവിടുത്തെ ആരാധന കേന്ദ്രം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബിംബങ്ങളില്ലാത്തത് കാരണം നമ്മൾ ഈ ആൽമരത്തെ ചുറ്റി വണങ്ങിയാണ് ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം മേടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൂടാതെ ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞങ്ങൾ പറഞ്ഞറിയിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് 8 കണ്ട ഉരുൾച്ച. നമുക്ക് 8 കണ്ട ഉരുൾച്ച കൂടെ കണ്ടു മനസ്സിലാക്കാം. ഓച്ചിറയിലെ ഒരു പ്രധാന വഴിപാടാണ് 8 കണ്ട ഉരുൾച്ച. അലങ്കരിച്ച 2 കാളകളിൽ ശിവനെയും പാർവതിയെയും സങ്കല്പിച്ച് നടത്തുന്ന ഒരു വഴിപാടാണ് 8 കണ്ട ഉരുൾച്ച. കുടുംബ ഐശ്വര്യത്തിനും രോഗശാന്തിക്കും വേണ്ടിയാണ് ഇത് പ്രധാനമായും നടത്തപ്പെടുന്നത്. എട്ടുകണ്ടം ഉരുൾച്ച നടത്തിയ ഭക്തജനങ്ങൾ 8 കണ്ട ഉരുൾച്ച കഴിഞ്ഞ ശേഷം ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിക്കുകയും ചെയ്യും. അതുപോലെ ഇതിൽ പറയേണ്ട വേറൊരു കാര്യം കൂടെ. ഈ 8 കണ്ട ഉരുൾച്ച എല്ലാ മാസവും 15 ദിവസം കിഴക്കേ നടയിൽ ആരംഭിക്കുകയും ബാലൻസ് ഉള്ള 15 ദിവസം പടിഞ്ഞാറ നടയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കൂടെയാണ്. അതുപോലെ ഇത് പടിഞ്ഞാറ നടയാണ്. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നേർച്ച നൽകുന്നതാണ്. നമ്മുടെ കയ്യും കാലിനും വേണ്ടിയുള്ള നേർച്ച എന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കുറേ നേർച്ച കാര്യങ്ങൾ തന്നെയാണ് ഓച്ചിറയിലുള്ള വഴിപാടും നേർച്ചകളും. അതുകൂടാതെ പറയേണ്ട വേറൊരു ചരിത്ര ഐതിഹ്യം കൂടെ ഉണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട് നടക്കുന്ന ഓച്ചിറക്കളിയാണ് അത്. പണ്ട് കാലത്ത് കായംകുളം രാജാക്കന്മാരുടെയും മറ്റ് നാട്ടുപ്രമാണിമാരുടെയും തമ്മിലുള്ള യുദ്ധ പരിശീലനത്തെക്കുറിച്ച് അനുസ്മരിച്ചാണ് ഇന്ന് ഓച്ചിറക്കളി നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്.
അതുപോലെ നടത്തിവരുന്ന മറ്റൊരു വഴിപാടാണ് കുടുംബൈശ്വര്യത്തിന് വേണ്ടിയാണ് വെടി വഴിപാട് നടത്തപ്പെടുന്നതെന്നും അറിയപ്പെടുന്നു. അത് ഓച്ചറിൽ ഇന്നും നടത്തി വരുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയും കൂടെ. കമ്മൽ ഇഷ്ടപ്പെട്ടോ വീണേ? കൊള്ളാവാ? വാങ്ങുന്നുണ്ടോ? ഓച്ചിറയിലെ ഉണ്ടിക്കാവിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ നമുക്കിതിൽ പറയാനുണ്ട്. ഒരു നമ്പൂതിരിയുടെ ദാസനായിരുന്ന അകവൂർ ചാത്തൻ നമ്പൂതിരിയോട് ചാത്തൻ പരബ്രഹ്മത്തിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്പൂതിരി കളിയാക്കി മാടമ്പോത്തിന്റെ രൂപത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് ചാത്തൻ മാടമ്പോത്തിനെ പരബ്രഹ്മ രൂപത്തിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരിക്കൽ ചാത്തനും നമ്പൂതിരിയും യാത്ര ചെയ്യുമ്പോൾ ചാത്തന് ക്ഷീണിതനാകുകയും പരബ്രഹ്മത്തെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് മാടമ്പോത്ത് പരബ്രഹ്മത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചാത്തൻ തന്റെ തോളിലിരുന്ന ഭാണ്ഡക്കെട്ടുകൾ മാടമ്പോത്തിന്റെ ഇരു കൊമ്പുകളിലായി തൂക്കിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ചാത്തൻ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്പൂതിരി തിരിഞ്ഞു നോക്കവേ മാടമ്പോത്ത് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ചാത്തൻ പറയുകയുണ്ടായി, ഈ കാവിൻ്റെ അകത്ത് മാടമ്പോത്ത് ഓടിക്കേറിയെന്ന്. അന്ന് മാടമ്പോത്ത് ഓടിക്കേറിയ കാവാണ് ഇന്ന് ഒണ്ടിക്കാവട്ട് അറിയപ്പെടുന്നത്. ശിവനച്ചൻ മാടമ്പോത്തിന്റെ രൂപത്തിൽ ഓടിക്കേറിയ കാവാണ് ഇത്. ഇതാണ് ഉണ്ടിക്കാവ്. ഉണ്ടിക്കാവിന്റെ ഐതിഹ്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ശിവനച്ചൻ കാളരൂപത്തിൽ ഉണ്ടിക്കാവിൽ ഇരിപ്പുണ്ടെന്നാണ് ഐതിഹ്യം. അതുപോലെ ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ അന്നദാനം ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഓച്ചിറ മുൻപ് കാലങ്ങളിൽ ഇത്രയും അധികം ഇല്ലായിരുന്നു. കുറഞ്ഞ രീതിയിൽ എന്ന് പറയാൻ 1-ാം തീയതിയിലും മറ്റു വിശേഷ ദിവസങ്ങളിലും മാത്രമായിരുന്നു അന്നദാനം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അന്നദാനവും എന്ന് പറയുമ്പോൾ ഊണും, നേരത്തെ കഞ്ഞി സദ്യയാണ് നമ്മൾ കണ്ടത്. ഊണും ഇപ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ട് താൻ. അതുപോലെ തന്നെ നമുക്കൊരു നന്ദികേശാലയം കൂടെ ഉണ്ട്, അത് കണ്ടുകൊണ്ടു പോകാം. ഇവിടെ പശുക്കളെ വളർത്തുന്നത് ഓച്ചിറ അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ ഈ പശുക്കൾക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എല്ലാം ഹൈബ്രിഡ് ആണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്യാവശ്യം അതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം. നല്ല വൃത്തിയോടെയും ആണ് ഈ പശുക്കളെ പരിപാലിക്കുന്നത്. അതിന് പ്രത്യേകം ആൾക്കാരുണ്ട് താനും. ഓച്ചിറ അമ്പലത്തിലെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ ഞാൻ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഐതിഹ്യങ്ങൾ എനിക്ക് അറിയത്തില്ലെങ്കിലും അറിയാവുന്ന ഐതിഹ്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ, ടേക്ക് കെയർ.